എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2018 ജൂണിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 പാർട്ട് 1 സൈക്കോളജിയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയട്ടെ, നിങ്ങൾ ഇതുവരെ ഈ ഉസ്താദ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രതിഭാധനരായ കുട്ടികൾക്ക് അനുയോജ്യമായ പ്രവർത്തനം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രതിഭാധനരായ കുട്ടികൾക്ക് അനുയോജ്യമായ പ്രവർത്തനം ഏതാണ്? Which of the following activity is suitable for gifted children? A. പോഷണ പരിപാടികൾ, എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ്. ബി. ഇരട്ട സ്ഥാനക്കയറ്റം, ഡബിൾ പ്രൊമോഷൻ. സി. പ്രത്യേക ക്ലാസുകൾ, സ്പെഷ്യൽ ക്ലാസസ്. ഡി. മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം, ഓൾ ദി എബവ്. ഡി ആണ് ഉത്തരം. മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം തന്നെ പ്രതിഭാധനരായ കുട്ടികൾക്ക് അഥവാ ഗിഫ്റ്റഡ് ചിൽഡ്രൻസിന് പറ്റിയ പ്രവർത്തനങ്ങളാണ്. അവരുടെ പ്രത്യേകമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി പോഷണ പരിപാടികളും ഇരട്ട സ്ഥാനക്കയറ്റവും പ്രത്യേക ക്ലാസുകളും ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇവിടെ ഡി എന്ന ഓപ്ഷനാണ് ശരി. മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തിവ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തിവ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏത്? Which of the following is not included in individual difference? A. ശാരീരിക വ്യത്യാസം അഥവാ ഫിസിക്കൽ ഡിഫറൻസ്. ബി. കുടുംബാന്തരീക്ഷത്തിലെ വ്യത്യാസം, ഡിഫറൻസ് ഇൻ ഫാമിലി എൻവയോൺമെന്റ്. സി. മനോഭാവം, താല്പര്യം എന്നിവയിലെ വ്യത്യാസം, ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇൻട്രസ്റ്റ്. ഡി. പഠന ശൈലിയിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ഇൻ ലേണിംഗ് സ്റ്റൈൽ. ബി ആണ് ഉത്തരം. കുടുംബാന്തരീക്ഷത്തിലെ വ്യത്യാസം, ഡിഫറൻസ് ഇൻ ഫാമിലി എൻവയോൺമെന്റ്. അത് വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടുന്നതല്ല. കുടുംബാന്തരീക്ഷത്തിലെ വ്യത്യാസം അഥവാ ഡിഫറൻസ് ഇൻ ഫാമിലി എൻവയോൺമെന്റ്. മൂന്നാമത്തെ ചോദ്യം, വലുതാകുമ്പോൾ ഒരു പൈലറ്റ് ആകണമെന്നാണ് കിരണിന്റെ ആഗ്രഹം. അതിനെക്കുറിച്ച് അവൻ കൂട്ടുകാരോടും വീട്ടുകാരോടും പറയാറുണ്ട്. എറിക്സണിന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തമനുസരിച്ച് കിരൺ ഏത് വികാസ ഘട്ടത്തിലാണ്? വലുതാകുമ്പോൾ ഒരു പൈലറ്റ് ആകണമെന്നാണ് കിരണിന്റെ ആഗ്രഹം. അതിനെക്കുറിച്ച് അവൻ കൂട്ടുകാരോടും വീട്ടുകാരോടും പറയാറുണ്ട്. എറിക്സണിന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തമനുസരിച്ച് കിരൺ ഏത് വികാസ ഘട്ടത്തിലാണ്? എറിക്സന്റെ സൈക്കോ സോഷ്യൽ തിയറിയെ സംബന്ധിച്ചാണ് ചോദ്യം. എ. സൗഹൃദം വേഴ്സസ് ഒറ്റപ്പെടൽ, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ബി. അധ്വാനശീലം വേഴ്സസ് അപകർഷതാബോധം, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. സി. വിശ്വാസം വേഴ്സസ് അവിശ്വാസം, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഡി. ആത്മരൂപവൽക്കരണം വേഴ്സസ് ആശയക്കുഴപ്പം, ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ. ഡി ആണ് ഉത്തരം. ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ, ആത്മരൂപവൽക്കരണം വേഴ്സസ് ആശയക്കുഴപ്പം. ഡി ആണ് ഉത്തരം. നാലാമത്തെ ചോദ്യം, സ്വയം ചോദ്യങ്ങൾ ചോദിക്കൽ, ഉറക്കെ ചിന്തിക്കൽ, ചിന്തകളുടെ ചിത്രീകരണം എന്നീ പ്രക്രിയകൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വയം ചോദ്യങ്ങൾ ചോദിക്കൽ, ഉറക്കെ ചിന്തിക്കൽ, ചിന്തകളുടെ ചിത്രീകരണം എന്നീ പ്രക്രിയകൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെൽഫ് ക്വസ്റ്റ്യനിങ്, തിങ്ക് അലൗഡ് ആൻഡ് പിക്ചറൈസേഷൻ ഓഫ് തോട്ട് ആർ റിലേറ്റഡ് ടു. എ. പ്രതിഫലനാത്മക ചിന്ത, റിഫ്ലക്റ്റീവ് തിങ്കിങ്. ബി. അതീത ചിന്ത, മെറ്റാ തിങ്കിങ്. സി. അപഗ്രഥന ചിന്ത, അനലൈറ്റിക്കൽ തിങ്കിങ്. ഡി. ആഗമന ചിന്ത, ഇൻഡക്റ്റീവ് തിങ്കിങ്. ബി ആണ് ഉത്തരം. അതീത ചിന്ത അഥവാ മെറ്റാ തിങ്കിങ്. ബി ആണ് ഉത്തരം. അതീത ചിന്ത അഥവാ മെറ്റാ തിങ്കിങ്. അഞ്ചാമത്തെ ചോദ്യം,
അമ്മയുടെ വഴക്ക് കേൾക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പാഠങ്ങൾ പഠിക്കുന്ന കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഏത് തരം പ്രബലനമാണ് പ്രതിഫലിക്കുന്നത്? അമ്മയുടെ വഴക്ക് കേൾക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പാഠങ്ങൾ പഠിക്കുന്ന കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഏത് തരം പ്രബലനമാണ് പ്രതിഫലിക്കുന്നത്? എ. ധനപ്രബലനം അഥവാ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ബി. ഋണപ്രബലനം അഥവാ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. സി. ശിക്ഷ അഥവാ പണിഷ്മെന്റ്. ഡി. തുടർച്ചയായ പ്രബലനം കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ്. അമ്മ വഴക്ക് പറയുന്നത് പേടിച്ച് ഒരു കുട്ടി പാഠങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഏത് തരം പ്രബലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീഇൻഫോഴ്സ്മെന്റ്. ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഏത് തരം റീഇൻഫോഴ്സ്മെന്റ് ആണ് പ്രതിഫലിക്കുന്നത്? ബി ആണ് ഉത്തരം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അഥവാ ഋണപ്രബലനം. ബി ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗപരതയെ പരിപോഷിപ്പിക്കാൻ കൂടുതൽ അനുയോജ്യമായ പ്രവർത്തനം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗപരതയെ പരിപോഷിപ്പിക്കാൻ കൂടുതൽ അനുയോജ്യമായ പ്രവർത്തനം ഏതാണ്? സർഗപരത എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയെ പരിപോഷിപ്പിക്കാൻ കൂടുതൽ അനുയോജ്യമായ പ്രവർത്തനം ഏതാണ് എന്നാണ് ചോദ്യം. എ. തന്നിട്ടുള്ള ചിത്രത്തെ ആസ്പദമാക്കി ഒരു കഥ തയ്യാറാക്കുക. ബി. കേരളത്തിലെ നദികളെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. സി. ഒരു സംഖ്യയുടെ LCM, HCF എന്നിവ കണ്ടെത്തുക. ഡി. സസ്യങ്ങളിലെ പ്രത്യുൽപാദനത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. എ ആണ് ഉത്തരം, തന്നിട്ടുള്ള ചിത്രത്തെ ആസ്പദമാക്കി ഒരു കഥ തയ്യാറാക്കുക. റൈറ്റ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദി ഗിവൺ പിക്ചർ. എ ആണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം, ഒരു പത്രവാർത്ത. ട്രെയിൻ അപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ട ഉത്തർപ്രദേശുകാരിയായ അരുണിമ സിൻഹ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. താഴെ കൊടുത്തിരിക്കുന്ന ഏത് സമായോജന തന്ത്രവുമായി ഈ നേട്ടത്തെ ബന്ധപ്പെടുത്താം? ഒരിക്കൽ ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ്, ട്രെയിൻ അപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ട ഉത്തർപ്രദേശുകാരിയായ അരുണിമ സിൻഹ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി എന്ന്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് സമായോജന തന്ത്രവുമായി, സമായോജന തന്ത്രം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, താഴെ കൊടുത്തിരിക്കുന്ന ഏത് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസവുമായി ഈ നേട്ടത്തെ നമുക്ക് ബന്ധപ്പെടുത്താം? എ. യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ. ബി. ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ. സി. അനുപൂരണം അഥവാ കോമ്പൻസേഷൻ. ഡി. പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. ഇവയൊക്കെ എന്താണ് എന്ന് സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഇവയൊക്കെ എന്താണ് എന്ന് ഉസ്താദ് യൂട്യൂബ് ചാനലിലെ സൈക്കോളജി എന്ന പ്ലേലിസ്റ്റിൽ ഒരുപാട് സൈക്കോളജി സംബന്ധമായ ക്ലാസ്സുകളുണ്ട്. 30ഓളം ക്ലാസ്സുകളുണ്ട്. അതിൽ നാം ഈ ഭാഗമൊക്കെ വിശദീകരിക്കുന്ന ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ ചോദ്യം കാണുകയാണെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ ഉത്തരം അനുപൂരണം എന്നാണ്, അഥവാ കോമ്പൻസേഷൻ. സി ആണ് ഉത്തരം. എട്ടാമത്തെ ചോദ്യം, ബുദ്ധിപരമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സാമാന്യ ഘടകവും ആ പ്രവർത്തനത്തിനു മാത്രമായുള്ള ഒരു സവിശേഷ ഘടകവും ഉൾപ്പെടുന്നു. ബുദ്ധിയെക്കുറിച്ചുള്ള ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ബുദ്ധിപരമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സാമാന്യ ഘടകവും ആ പ്രവർത്തനത്തിനു മാത്രമായുള്ള ഒരു സവിശേഷ ഘടകവും ഉൾപ്പെടുന്നു. ബുദ്ധിയെക്കുറിച്ചുള്ള ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഈച്ച് ഇന്റലക്ച്വൽ ആക്ടിവിറ്റി ഇൻവോൾവ്സ് എ ജനറൽ ഫാക്ടർ ആൻഡ് എ സ്പെസിഫിക് ഫാക്ടർ വിച്ച് ബിലോങ്സ് ടു ഇറ്റ് അലോൺ. ഹു ഫോർമുലേറ്റഡ് ദിസ് തിയറി? ഗിൽഫോർഡ്, തേഴ്സ്റ്റൺ, സ്പിയർമാൻ, കാറ്റൽ. സി ആണ് ഉത്തരം, സ്പിയർമാൻ. സ്പിയർമാന്റെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് ഈ ചോദ്യം. ഒമ്പതാമത്തെ ചോദ്യം, പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് പല സവിശേഷതകൾ ഏകോപിപ്പിച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള കഴിവ് കുട്ടി നേടുന്നത് ഏതു ഘട്ടത്തിലാണ്? പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് പല സവിശേഷതകൾ ഏകോപിപ്പിച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള കഴിവ് കുട്ടി നേടുന്നത് ഏതു ഘട്ടത്തിലാണ്? According to Piaget's theory of cognitive development,
In which stage the child acquires the ability to reach at conclusions by considering more than one characteristics? A. Indriya Chalaka Ghattam, sensory motor stage. B. Manovyabara Purva Ghattam, pre-operational stage. C. Rubatmaga Vyabara Ghattam, concrete operational stage. D. ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. സി ആണ് ഉത്തരം. രൂപാത്മക വ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. പല സവിശേഷതകൾ ഏകോപിപ്പിച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള കഴിവ് കുട്ടി നേടുന്നത് രൂപാത്മക വ്യാപാര ഘട്ടത്തിലാണ്, അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. സി ആണ് ഉത്തരം. 10ാമത്തെ ചോദ്യം. ഒരു 13 വയസ്സുകാരനെ ബീജഗണിതം പഠിപ്പിക്കാം, എന്നാൽ ഒരു 2 വയസ്സുകാരനെ പഠിപ്പിക്കാൻ കഴിയില്ല. വികസനവുമായി ബന്ധപ്പെട്ട ഏതു ഘടകത്തിന്റെ പോരായ്മയാണ് ഇവിടെ സ്പഷ്ടമാകുന്നത്? ഒരു 13 വയസ്സുകാരനെ ബീജഗണിതം പഠിപ്പിക്കാം, എന്നാൽ ഒരു 2 വയസ്സുകാരനെ പഠിപ്പിക്കാൻ കഴിയില്ല. വികസനവുമായി ബന്ധപ്പെട്ട ഏതു ഘടകത്തിന്റെ പോരായ്മയാണ് ഇവിടെ സ്പഷ്ടമാകുന്നത്? എ. പാരമ്പര്യം അഥവാ ഹെറിഡിറ്റി. ബി. പരിസ്ഥിതി അഥവാ എൻവയോൺമെന്റ്. സി. പരിപക്വനം അഥവാ മെച്ചുറേഷൻ. ഡി. പഠനം അഥവാ ലേണിംഗ്. സി ആണ് ഉത്തരം. പരിപക്വനം അഥവാ മെച്ചുറേഷൻ. 2 വയസ്സുകാരന് പരിപക്വനം എത്തിയിട്ടില്ല, മെച്ചുറേഷൻ എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അവനെ പഠിപ്പിക്കാൻ കഴിയാത്തത്. സി ആണ് ഉത്തരം. 11ാമത്തെ ചോദ്യം. ഇവിടെ ഒരു ചിത്രമാണുള്ളത്. അതിൽ എ, ബി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. എ എന്നത് സ്വന്തം പ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന നിലയാണ്, അഥവാ കറന്റ് എബിലിറ്റി ലെവൽ. ബി എന്നത് മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാവുന്ന ഉയർന്ന നിലയാണ്, പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലാണ്. ഒരു മനഃശാസ്ത്ര ആശയത്തിന്റെ ചിത്രീകരണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഏതാണ് ആശയം? ഒരു മനഃശാസ്ത്ര ആശയത്തിന്റെ ചിത്രീകരണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഏതാണ് ആശയം? എ. കൈത്താങ് നൽകൽ അഥവാ സ്കഫോൾഡിംഗ്. ബി. മാനസിക പ്രതിനിധാന ഘട്ടം, സ്റ്റേജ് ഓഫ് മെന്റൽ റെപ്രസെന്റേഷൻ. സി. സമീപസ്ഥ വികാസ മണ്ഡലം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഡി. ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. സി ആണ് ഉത്തരം. സമീപസ്ഥ വികാസ മണ്ഡലം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ, ഉസ്താദ് എന്ന യൂട്യൂബ് ചാനലിലെ സൈക്കോളജി എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അത് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഈ ചോദ്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. 12ാമത്തെ ചോദ്യം. നിയതമായ നിയമങ്ങൾ പാലിച്ച് കൃത്യമായ വഴികളിലൂടെ പ്രശ്നപരിഹരണം നടത്തുന്ന രീതിയാണിത്. ഏത് പ്രശ്നപരിഹരണ തന്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്? നിയതമായ നിയമങ്ങൾ പാലിച്ച് കൃത്യമായ വഴികളിലൂടെ പ്രശ്നപരിഹരണം നടത്തുന്ന രീതിയാണിത്. ഏത് പ്രശ്നപരിഹരണ തന്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്? This is the method of solving a problem by following a set of rules and ways. Which of the following problem solving strategy is described here? A. ശ്രമ പരാജയ രീതി, trial and error method. B. algorithm. C. heuristics. D. നിഗമന രീതി അഥവാ ഡിഡക്റ്റീവ് മെത്തേഡ്. ബി ആണ് ഉത്തരം. അൽഗോരിതം. അൽഗോരിതമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ബി ആണ് ഉത്തരം. 13ാമത്തെ ചോദ്യം. പക്ഷപാതം കാണിച്ച അധ്യാപികയെ ചോദ്യം ചെയ്യുന്ന കുട്ടി കോൾബർഗിന്റെ സിദ്ധാന്തമനുസരിച്ച് നൈതിക വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? പക്ഷപാതം കാണിച്ച അധ്യാപികയെ ചോദ്യം ചെയ്യുന്ന കുട്ടി കോൾബർഗിന്റെ സിദ്ധാന്തമനുസരിച്ച് നൈതിക വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? A student questions a teacher who shows bias. According to Kohlberg's theory of moral development, which level of moral development does he belong? A.
പ്രാഗ് യാഥാസ്ഥിത സദാചാര ഘട്ടം, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. ബി യാഥാസ്ഥിത സദാചാര ഘട്ടം, കൺവെൻഷണൽ മൊറാലിറ്റി. സി യാഥാസ്ഥിതാനന്തര സദാചാര ഘട്ടം, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ഇതൊന്നുമല്ല, നൺ ഓഫ് ദീസ്. ബി ആണ് ഉത്തരം, യാഥാസ്ഥിത സദാചാര ഘട്ടം, കൺവെൻഷണൽ മൊറാലിറ്റി. ബി ആണ് ഉത്തരം. 14ാമത്തെ ചോദ്യം. വൈകി ക്ലാസ്സിലെത്തിയ അതുൽ പഠന പ്രക്രിയയിൽ പങ്കാളിയായില്ല. അവൻ നഖം കടിക്കുകയും തല ചൊറിയുകയും കാൽ ഇളക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ ഇത്തരം പെരുമാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് വൈകി ക്ലാസ്സിലെത്തിയ അതുൽ പഠന പ്രക്രിയയിൽ പങ്കാളിയായില്ല. അവൻ നഖം കടിക്കുകയും തല ചൊറിയുകയും കാൽ ഇളക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ ഇത്തരം പെരുമാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് അതുൽ who came late in the class did not involve in learning process. He was beating his nail, scratching his head and rocking his legs. His behavior depicts a വൈകാരിക വിക്ഷോഭം, ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. ബി ശാരീരിക വൈഷമ്യം അഥവാ ഫിസിക്കൽ ഇൽനെസ്. സി അനുസരണക്കേട്, ഡിസൊബീഡിയൻസ് ടു ദി ടീച്ചർ. ഡി പഠന വൈകല്യം, ലേണിംഗ് ഡിസാബിലിറ്റി. എ ആണ് ഉത്തരം, വൈകാരിക വിക്ഷോഭം, ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. എ ആണ് ഉത്തരം. 15ാമത്തെ ചോദ്യം. ശാലിനിക്ക് ജന്മനാ കൈകാലുകൾക്ക് ചലനശേഷി കുറവാണ്. മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി കളിക്കാൻ കഴിയുമായിരുന്നില്ല. മുതിർന്നപ്പോൾ ശാലിനി അന്തർമുഖയായി മാറി. ഇവിടെ ശാലിനിയുടെ പ്രശ്നം ഏത് വികസന തത്വവുമായി ബന്ധപ്പെടുത്താം? ശാലിനിക്ക് ജന്മനാ കൈകാലുകൾക്ക് ചലനശേഷി കുറവാണ്. മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി കളിക്കാൻ കഴിയുമായിരുന്നില്ല. മുതിർന്നപ്പോൾ ശാലിനി അന്തർമുഖയായി മാറി. ഇവിടെ ശാലിനിയുടെ പ്രശ്നം ഏത് വികസന തത്വവുമായി ബന്ധപ്പെടുത്താം? എ വികസനത്തിൽ വ്യക്തിവ്യത്യാസങ്ങൾ ഉണ്ട്. There is individual difference in development. ബി വികസനം പ്രവചനീയമാണ്. Development is predictable. സി വികസനം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ്. Development is cumulative. ഡി വിവിധ മേഖലകളുടെ വികസനം പരസ്പരം ബന്ധിതമാണ്. Development in various dimensions are interrelated. ഡി ആണ് ഉത്തരം, വിവിധ മേഖലകളുടെ വികസനം പരസ്പരം ബന്ധിതമാണ്. Development in various dimensions are interrelated. 16ാമത്തെ ചോദ്യം. സോഷ്യൽ സയൻസ് അധ്യാപിക കുട്ടികളെ ഗ്രൂപ്പാക്കി തിരിച്ച് പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ചോദിച്ചു. ശരിയുത്തരം പറഞ്ഞ ഗ്രൂപ്പുകൾക്ക് സ്റ്റാർ സ്റ്റിക്കർ നൽകി. എല്ലാ ഗ്രൂപ്പുകാരും ആവേശപൂർവ്വം ഇതിൽ പങ്കെടുത്തു. തൊണ്ടൈക്കിന്റെ പഠന സിദ്ധാന്ത പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന ഏത് നിയമമാണ് ഇവിടെ പ്രസക്തമാകുന്നത്? സോഷ്യൽ സയൻസ് അധ്യാപിക കുട്ടികളെ ഗ്രൂപ്പാക്കി തിരിച്ച് പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ചോദിച്ചു. ശരിയുത്തരം പറഞ്ഞ ഗ്രൂപ്പുകൾക്ക് സ്റ്റാർ സ്റ്റിക്കർ നൽകി. എല്ലാ ഗ്രൂപ്പുകാരും ആവേശപൂർവ്വം ഇതിൽ പങ്കെടുത്തു. തൊണ്ടൈക്കിന്റെ പഠന നിയമപ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന ഏത് നിയമമാണ് ഇവിടെ പ്രസക്തമാകുന്നത്? എ മനോഭാവ നിയമം, ദ ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്. ബി സന്നദ്ധതാ നിയമം, ദ ലോ ഓഫ് റെഡിനെസ്. സി അഭ്യാസ നിയമം, ദ ലോ ഓഫ് എക്സർസൈസ്. ഡി ഫല നിയമം, ദ ലോ ഓഫ് എഫക്റ്റ്. ഡി ആണ് ഉത്തരം, ഫല നിയമം, ദ ലോ ഓഫ് എഫക്റ്റ്. 17ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്? എ അനുരൂപീകരണം നടത്തിയ പാഠാസൂത്രണം, അഡാപ്റ്റഡ് ടീച്ചിങ് മാനുവൽ. ബി പരിഹാരബോധന പ്രവർത്തനങ്ങൾ, റെമഡിയൽ ടീച്ചിങ് ആക്ടിവിറ്റീസ്. സി പരിപോഷണ പഠന സാമഗ്രികൾ, എൻറിച്ച്ഡ് ലേണിംഗ് മെറ്റീരിയൽസ്.
ഡി റിസോഴ്സ് അധ്യാപകരിൽ നിന്നുള്ള സഹായം, സപ്പോർട്ട് ഫ്രം റിസോഴ്സ് ടീച്ചേഴ്സ്. ഇതിൽ ശരിയായ ഉത്തരം പരിപോഷണ പഠന സാമഗ്രികൾ, എൻറിച്ച്ഡ് ലേണിംഗ് മെറ്റീരിയൽസ്. ഇവ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനമാണ്. അനുരൂപീകരണം നടത്തിയ പാഠാസൂത്രണവും പരിഹാരബോധന പ്രവർത്തനങ്ങളും റിസോഴ്സ് അധ്യാപകരിൽ നിന്നുള്ള സഹായമൊക്കെ ഈ കുട്ടികൾക്ക് ആവശ്യമാണ്. എന്നാൽ പരിപോഷണ പഠന സാമഗ്രികൾ അഥവാ എൻറിച്ച്ഡ് ലേണിംഗ് മെറ്റീരിയൽസ് ഇത്തരം കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്ത പ്രവർത്തനമാണ്. 18ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഭാഷണ വൈകല്യം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഭാഷണ വൈകല്യം അല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്പീച്ച് ഡിസോർഡർ? എ കൊഞ്ഞ അഥവാ ലിസ്പിംഗ്, ബി കൊഞ്ചൽ അഥവാ ബേബി ടോക്ക്, സി അവ്യക്ത ഭാഷണം സ്റ്റട്ടറിംഗ്, ഡി വിക്ക് സ്റ്റട്ടറിംഗ് ആൻഡ് സ്റ്റാമറിംഗ്. ബി ആണ് ഉത്തരം, കൊഞ്ചൽ. അത് ഒരു ഭാഷണ വൈകല്യമല്ല. ബി ആണ് ഉത്തരം. 19ാമത്തെ ചോദ്യം, പൊതുതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പഠന രീതിയാണ് ഡാഷ്. പൊതുതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പഠന രീതിയാണ് ഡാഷ്. The method of solving specific problems based on general principles is dash. A. ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ്, ബി നിഗമന രീതി അഥവാ ഡിഡക്റ്റീവ് മെത്തേഡ്, സി അപഗ്രഥന രീതി അനലൈറ്റിക്കൽ മെത്തേഡ്, ഡി പരീക്ഷണ രീതി എക്സ്പെരിമെന്റൽ മെത്തേഡ്. ബി ആണ് ഉത്തരം, നിഗമന രീതി ഡിഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ് അഥവാ നിഗമന രീതിയാണ് ശരിയായ ഉത്തരം, ബി ആണ്. 20ാമത്തെ ചോദ്യം, വിലയിരുത്തലുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ താഴെ നൽകുന്നു. എ. സ്വയം വിലയിരുത്തൽ, സഹപാഠിയുടെ വിലയിരുത്തൽ, ടീച്ചറുടെ വിലയിരുത്തൽ. ബി. പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം. നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിൽ ഇതിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു? ഇനി ഇംഗ്ലീഷ് ഭാഗം നോക്കാം. സം കൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ഇവാലുവേഷൻ ആർ ഗിവൺ ബിലോ. എ. സെൽഫ് ഇവാലുവേഷൻ, പിയർ ഇവാലുവേഷൻ, ടീച്ചേഴ്സ് ഇവാലുവേഷൻ. ബി. അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ്. Which are included in the continuous and comprehensive evaluation? എ എന്ന ഓപ്ഷൻ എ മാത്രം, ബി എന്ന ഓപ്ഷൻ ബി മാത്രം, സി എന്ന ഓപ്ഷൻ എയും ബിയും ഉൾപ്പെടുന്നു, ഡി എയും ബിയും ഉൾപ്പെടുന്നില്ല. ഇതിൽ ഉത്തരം സി എന്ന ഓപ്ഷനാണ്. എയും ബിയും ഉൾപ്പെടുന്നു. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അഥവാ CCEയിൽ മലയാളത്തിൽ പറഞ്ഞാൽ നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിൽ എയും ബിയും ഉൾക്കൊള്ളുന്നു. എ എന്ന് പറഞ്ഞാൽ എയിൽ പറഞ്ഞ 3 കാര്യങ്ങൾ: സ്വയം വിലയിരുത്തൽ, സഹപാഠിയുടെ വിലയിരുത്തൽ, ടീച്ചറുടെ വിലയിരുത്തൽ. ബി എന്ന് പറയുമ്പോൾ പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം. ഇവ 3ഉം ബി ആണ്. ഈ എയും ബിയും ഇതിന്റെ ഉത്തരമാണ്. അഥവാ ഇത് രണ്ടും CCEയിൽ ഉൾപ്പെടുന്നവയാണ്. 21ാമത്തെ ചോദ്യം, പ്രത്യക്ഷണം, അമൂർത്തനം, സാമാന്യവൽക്കരണം എന്നിവ ഡാഷിൽ ഉൾപ്പെടുന്ന 3 പ്രക്രിയകൾ ആണ്. പ്രത്യക്ഷണം, അമൂർത്തനം, സാമാന്യവൽക്കരണം എന്നിവ ഡാഷിൽ ഉൾപ്പെടുന്ന 3 പ്രക്രിയകളാണ്. പെർസെപ്ഷൻ, അബ്സ്ട്രാക്ഷൻ ആൻഡ് ജനറലൈസേഷൻ ആർ the 3 processes included in A. ആശയ രൂപീകരണം അഥവാ കൺസെപ്റ്റ് ഫോർമേഷൻ, ബി. അപഗ്രഥന ചിന്ത അഥവാ അനലൈറ്റിക് തിങ്കിങ്, സി. നിഗമന ചിന്ത അഥവാ ഡിഡക്റ്റീവ് തിങ്കിങ്, ഡി. പ്രശ്ന പരിഹരണം അഥവാ പ്രോബ്ലം സോൾവിംഗ്. എ ആണ് ഉത്തരം, ആശയ രൂപീകരണം അഥവാ കൺസെപ്റ്റ് ഫോർമേഷൻ. പ്രത്യക്ഷണം, അമൂർത്തനം, സാമാന്യവൽക്കരണം എന്നിവ
ആശയ രൂപീകരണത്തിന്റെ അഥവാ കൺസെപ്റ്റ് ഫോർമേഷന്റെ 3 പ്രക്രിയകളാണ്. 22ാമത്തെ ചോദ്യം, ഭാഷാ വികസനത്തിലെ ചിമ്പാൻസി ഘട്ടം എന്ന് വൈഗോട്സ്കി വിശേഷിപ്പിക്കുന്നത് ഏത് ഘട്ടത്തെയാണ്? ഭാഷാ വികസനത്തിലെ ചിമ്പാൻസി ഘട്ടം എന്ന് വൈഗോട്സ്കി വിശേഷിപ്പിക്കുന്നത് ഏത് ഘട്ടത്തെയാണ്? Which stage is termed as chimpanzee stage in language development by Vygotsky? A. ചിന്താരഹിത ഭാഷാഘട്ടം, നോൺ കൊഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക് സ്റ്റേജ്. ബി. ഭാഷാരഹിത ചിന്താഘട്ടം, നോൺ ലിംഗ്വിസ്റ്റിക് കൊഗ്നിറ്റീവ് സ്റ്റേജ്. സി. ഭാഷയും ചിന്തയും കൂടിച്ചേർന്ന ഘട്ടം, ലിംഗ്വിസ്റ്റിക് കൊഗ്നിറ്റീവ് സ്റ്റേജ്. ഡി. ഇതൊന്നുമല്ല, നൺ ഓഫ് ദീസ്. എ ആണ് ഉത്തരം, ചിന്താരഹിത ഭാഷാഘട്ടം, നോൺ കൊഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക് സ്റ്റേജ്. എ ആണ് ഉത്തരം. 23ാമത്തെ ചോദ്യം, ആൽപോർട്ടിന്റെ സിദ്ധാന്തമനുസരിച്ച് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണയിക്കുന്ന സവിശേഷകങ്ങൾ ഏതൊക്കെ? ആൽപോർട്ടിന്റെ സിദ്ധാന്തമനുസരിച്ച് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണയിക്കുന്ന സവിശേഷകങ്ങൾ ഏതൊക്കെ? അക്കോർഡിംഗ് ടു ആൽപോർട്ട്, which traits determine the personality of a person? എ, ബി, സി, ഡി എന്നീ ഓപ്ഷനുകളിലൊക്കെ ചില വാക്കുകൾ പറയുന്നു. അത് ഞാൻ വായിക്കുന്നില്ല. വായിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് ഉത്തരം മാത്രം പറയാം. ഇതിൽ സി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം, കാർഡിനൽ ട്രൈറ്റ്സ്, സെൻട്രൽ ട്രൈറ്റ്സ്, സെക്കൻഡറി ട്രൈറ്റ്സ്. ആൽപോർട്ടിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണയിക്കുന്ന സവിശേഷകങ്ങൾ ഇവയാണ്: മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം. ഇംഗ്ലീഷിൽ ഈ സവിശേഷകം എന്നതിന് ട്രൈറ്റ്സ് എന്നാണ് പറയുക. കാർഡിനൽ ട്രൈറ്റ്സ്, സെൻട്രൽ ട്രൈറ്റ്സ്, സെക്കൻഡറി ട്രൈറ്റ്സ്. സി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 24ാമത്തെ ചോദ്യം, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സാമൂഹിക വികാസത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഘടകം ഏതാണ്? 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സാമൂഹിക വികാസത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഘടകം ഏതാണ്? Which of the following acts as a major factor in the socialization of a child at the age level 6 to 12 years? A. കുടുംബം അഥവാ ഫാമിലി. ബി. സമസംഘം അഥവാ പിയർ ഗ്രൂപ്പ്. സി. സമൂഹം അഥവാ സൊസൈറ്റി. ഡി. ബന്ധുക്കൾ അഥവാ റിലേറ്റീവ്സ്. ബി ആണ് ഉത്തരം, സമസംഘം അഥവാ പിയർ ഗ്രൂപ്പ്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സാമൂഹിക വികാസത്തിൽ അഥവാ സോഷ്യലൈസേഷനിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഘടകം സമസംഘം അഥവാ പിയർ ഗ്രൂപ്പാണ്. 25ാമത്തെ ചോദ്യം, കാർത്തിക് പഠനത്തിൽ അത്ര മിടുക്കനല്ല, എന്നാൽ അത്ലറ്റിക്സിൽ സ്കൂൾ ചാമ്പ്യനാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് കാർത്തിക്കിൽ ഏത് തരം ബുദ്ധിയാണ് കൂടുതൽ പ്രകടമായിട്ടുള്ളത്? കാർത്തിക് പഠനത്തിൽ അത്ര മിടുക്കനല്ല, എന്നാൽ അത്ലറ്റിക്സിൽ സ്കൂൾ ചാമ്പ്യനാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് കാർത്തിക്കിൽ ഏത് തരം ബുദ്ധിയാണ് കൂടുതൽ പ്രകടമായിട്ടുള്ളത്? Karthik is not good at studies, but he is the school's champion in athletics. Which type of intelligence is more prominent in Karthik according to the theory of multiple intelligence? A. കായിക ബുദ്ധി അഥവാ ഫിസിക്കൽ ഇന്റലിജൻസ്. ബി. ശാരീരിക ചലനപര ബുദ്ധി. ശാരീരിക ചലനപര ബുദ്ധി, ബോഡിലി കൈനസ്തറ്റിക് ഇന്റലിജൻസ്. സി. പ്രകൃതിപര ബുദ്ധി, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. ഡി. വ്യക്തിയാന്തര ബുദ്ധി അഥവാ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ബി ആണ് ഉത്തരം, ശാരീരിക ചലനപര ബുദ്ധി, ബോഡിലി കൈനസ്തറ്റിക് ഇന്റലിജൻസ്. കാർത്തിക്കിന് കൂടുതൽ പ്രകടമായിട്ടുള്ള ബുദ്ധി ശാരീരിക ചലനപര ബുദ്ധിയാണ്, ബോഡിലി കൈനസ്തറ്റിക് ഇന്റലിജൻസ് ആണ്. 26ാമത്തെ ചോദ്യം,
ഒരു പൂവിന്റെ വിവിധ ഭാഗങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആദ്യം പൂവ് മുഴുവനായും കാണിക്കുകയും പിന്നീട് അതിന്റെ ഓരോ ഭാഗങ്ങളും കാണിച്ച് അവയെപ്പറ്റി വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. ഈ പ്രസ്താവന ഏത് തരം പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു പൂവിന്റെ വിവിധ ഭാഗങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആദ്യം പൂവ് മുഴുവനായും കാണിക്കുകയും പിന്നീട് അതിന്റെ ഓരോ ഭാഗങ്ങളും കാണിച്ച് അവയെപ്പറ്റി വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. ഈ പ്രസ്താവന ഏത് തരം പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. ഉൾക്കാഴ്ചാ പഠനം അഥവാ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. ബി. സഹകരണാത്മക പഠനം കോപ്പറേറ്റീവ് ലേണിംഗ്. സി. നിരീക്ഷണ പഠനം അഥവാ ഒബ്സർവേഷണൽ ലേണിംഗ്. ഡി. ഇതൊന്നുമല്ല, നൺ ഓഫ് ദീസ്. എ ആണ് ഉത്തരം, ഉൾക്കാഴ്ചാ പഠനം അഥവാ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. എ ആണ് ഉത്തരം, ഉൾക്കാഴ്ചാ പഠനം അഥവാ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. 27. താഴെ കൊടുത്തിരിക്കുന്ന ഏതു വിഭാഗത്തിലാണ് ഡൗൺ സിൻഡ്രോം എന്ന വൈകല്യം ഉൾപ്പെടുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന ഏതു വിഭാഗത്തിലാണ് ഡൗൺ സിൻഡ്രോം എന്ന വൈകല്യം ഉൾപ്പെടുന്നത്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി ഡൗൺ സിൻഡ്രോം ഇൻക്ലൂഡ്സ്? എ. കാഴ്ച പരിമിതി അഥവാ വിഷ്വൽ ഇമ്പയർമെന്റ്. ബി. കേൾവിക്കുറവ് അഥവാ ഹിയറിംഗ് ഇമ്പയർമെന്റ്. സി. പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസാബിലിറ്റി. ഡി. ബുദ്ധിമാന്ദ്യം അഥവാ മെന്റൽ റിട്ടാർഡേഷൻ. ഡി ആണ് ഉത്തരം, ബുദ്ധിമാന്ദ്യം അഥവാ മെന്റൽ റിട്ടാർഡേഷൻ. ഡൗൺ സിൻഡ്രോം എന്ന വൈകല്യം ബുദ്ധിമാന്ദ്യം എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് അഥവാ മെന്റൽ റിട്ടാർഡേഷൻ. ഡി ആണ് ശരിയായ ഓപ്ഷൻ. 28ാമത്തെ ചോദ്യം. വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏതിനെയാണ് കൂടുതൽ സഹായിക്കുന്നത്? വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏതിനെയാണ് കൂടുതൽ സഹായിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗെറ്റ്സ് മോർ ബെനഫിറ്റ്സ് ഇഫ് വാരിഡ് കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി കരിക്കുലം? എ. ഭാവിയിൽ കുട്ടികളുടെ ജോലി സാധ്യത വർദ്ധിപ്പിക്കുന്നതിന്. ബി. അധ്യാപകരുടെ ജോലി ഭാരം കുറക്കുന്നതിന്. സി. കലാകായിക മത്സരങ്ങളിൽ നേട്ടമുണ്ടാക്കുന്നതിന്. ഡി. കുട്ടികളുടെ വ്യക്തിവ്യത്യാസം പരിഗണിക്കുന്നതിന്. ഡി ആണ് ഉത്തരം, കുട്ടികളുടെ വ്യക്തിവ്യത്യാസം പരിഗണിക്കുന്നതിന്. വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നത് കുട്ടികളുടെ വ്യക്തിവ്യത്യാസം പരിഗണിക്കുന്നതിന് കൂടുതൽ സഹായകമാകും. 29ാമത്തെ ചോദ്യം. പഠന വൈകല്യമുള്ള കുട്ടികളെ തിരിച്ചറിയുന്നതിന് താഴെ കൊടുത്തിരിക്കുന്ന ഏത് മാർഗമാണ് അഭികാമ്യം? പഠന വൈകല്യമുള്ള കുട്ടികളെ തിരിച്ചറിയുന്നതിന് താഴെ കൊടുത്തിരിക്കുന്ന ഏത് മാർഗമാണ് അഭികാമ്യം? Which of the following is or are suitable to identify children with learning disability? എ. നിരീക്ഷണം അഥവാ ഒബ്സർവേഷൻ. ബി. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. സി. അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഡി. മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം, ഓൾ ദി എബവ്. ഡി ആണ് ഉത്തരം, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. ഇതെല്ലാം പഠന വൈകല്യമുള്ള കുട്ടികളെ തിരിച്ചറിയുന്നതിന് ഉപയോഗിക്കാവുന്ന മാർഗങ്ങളാണ്. നിരീക്ഷണം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഡി ആണ് ഇവിടെ ശരിയായ ഉത്തരം, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം, ഓൾ ദി എബവ്. 30ാമത്തെ ചോദ്യം. 7ാം ക്ലാസ്സുകാരനായ നവീന് താൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മൃഗശാല കാണാൻ പോയതും അവിടെ കണ്ട മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചുമെല്ലാം ഇപ്പോഴും നല്ല ഓർമ്മയാണ്. ഇത് ഡേഷിന് ഉദാഹരണമാണ്. 7ാം ക്ലാസ്സുകാരനായ നവീന് താൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മൃഗശാല കാണാൻ പോയതും അവിടെ കണ്ട മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചുമെല്ലാം ഇപ്പോഴും നല്ല ഓർമ്മയാണ്. ഇത് ഡേഷിന് ഉദാഹരണമാണ്. എ. സംവേദന ഓർമ്മ അഥവാ സെൻസറി മെമ്മറി. ബി. ഹ്രസ്വകാല ഓർമ്മ ഷോർട്ട് ടേം മെമ്മറി.
സി സംഭവപരമായ ഓർമ്മ എപ്പിസോഡിക് മെമ്മറി. ഡി പ്രക്രിയാപരമായ ഓർമ്മ പ്രൊസീജറൽ മെമ്മറി. ഇവിടെ സി ആണ് ശരിയായ ഉത്തരം, സംഭവപരമായ ഓർമ്മ അഥവാ എപ്പിസോഡിക് മെമ്മറി.